ഒരു ദിവസം വിശ്വാമിത്രർ അയോധ്യയിലേക്ക് പോയി. അവിടെ പോയി ദശരഥ മഹാരാജാവിനെ നോക്കി, പ്രഭു, ഞാനൊരു യജ്ഞം നടത്തുകയാണ്. അതിന് ചില രാക്ഷസന്മാർ തടസ്സമാണ്. നല്ല രീതിയിൽ ആ യജ്ഞം അവസാനിപ്പിക്കാൻ രാമനെ എന്റെ കൂടെ അയക്കാമോ എന്ന് ചോദിച്ചു. ദശരഥ മഹാരാജാവും അതിന് സമ്മതിച്ചു. വിശ്വാമിത്രന്റെ കൂടെ രാമൻ പോകുന്നു. രാമന്റെ കണ്ണുകൾ പോലെ എപ്പോഴും കൂടെയുള്ള ലക്ഷ്മണനും പോകുന്നു. രാമൻ വിഷ്ണുവിന്റെ അവതാരമല്ലേ, അതുകൊണ്ടാണ് രാമൻ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് വിശ്വാമിത്രൻ ചിന്തിച്ചത്. അങ്ങനെ രാമനെ കൂട്ടിക്കൊണ്ടുപോയി. വിശ്വാമിത്രൻ അങ്ങനെ യജ്ഞം നടത്താൻ തുടങ്ങി. രാമനും ലക്ഷ്മണനും അവിടെ സുരക്ഷയ്ക്കാൻ നിന്നു. ആ യജ്ഞത്തിന് ഒരുപാട് തടസ്സമായി നിന്നത് താടക എന്ന രാക്ഷസിയായിരുന്നു. 1000 മതം പിടിച്ച ആനകൾക്കുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നു. എന്തിനും ഭയപ്പെടില്ല. എത്രയോ മനുഷ്യരെയും മൃഗങ്ങളെയും താടക കൊന്നു തിന്നിട്ടുണ്ട്. രാമനും താടക ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ വിശ്വാമിത്രർ പറഞ്ഞു, രാമ, അവൾ ഒരു സ്ത്രീയല്ല, എത്രയോ ജീവൻ കൊന്നു തിന്നവളാണ്. അവളോട് കരുണ കാണിക്കണ്ട എന്ന്. രാമനും വിശ്വാമിത്രന്റെ വാക്ക് അവഗണിക്കാതെ അതിന് സമ്മതിച്ചു. രാമൻ ലക്ഷ്യം വെച്ച അമ്പ് ഒരിക്കലും മിസ്സാകില്ല. ഒരു മലയെ പിളർക്കുന്നത് പോലെ അതിവേഗത്തിൽ അമ്പെയ്ത് അത് താടകയുടെ നെഞ്ചിൽ തുളച്ചു കയറി പുറകിലൂടെ വന്നു. താടകയുടെ ജീവൻ പിരിയുകയും ചെയ്തു. വിശ്വാമിത്രന്റെ യജ്ഞം നന്നായി അവസാനിച്ചു. ഇത് കഴിഞ്ഞ് വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് മിഥുലയിലേക്ക് പോകുന്നു. മിഥുല നാട്. രാമൻ വന്നതും ആ നാടിന്റെ കൊടി ഗംഭീരമായി ഉലയുകയായിരുന്നു. ആ ഒരു ചലനം രാമനെ വരവേൽക്കുന്നത് പോലെയായിരുന്നു തോന്നിയത്. ഇവിടെയാണ് നിന്റെ ഭാവി വധു ഉള്ളത്, വന്ന് വിവാഹം കഴിച്ചോ എന്ന് സ്വാഗതം ചെയ്യുന്നത് പോലെയുമായിരുന്നു. മിഥുല വളരെ ഭംഗിയുള്ള നാടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ, അലങ്കരിച്ച വീടുകൾ, കാണാൻ തന്നെ വളരെ അത്ഭുതകരമായി തോന്നും. മിഥുലയുടെ രാജാവരെന്ന് ചോദിച്ചാൽ ജനകൻ. പൊതുവെ ആ കാലത്ത് കൃഷി ചെയ്യുമ്പോൾ ആദ്യം രാജാക്കന്മാരാണ് വിളവെടുക്കുന്ന സമയത്ത് ആദ്യത്തെ നെല്ല് കൊയ്യേണ്ടത്. അതിനുശേഷമാണ് നാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഈ സമയത്ത് രാജാവെന്ന് വിളവെടുപ്പിന്റെ ആദ്യത്തെ കൊയ്ത്ത് നടത്തി. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു പെട്ടി കിട്ടി. ആ പെട്ടിയിൽ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. ജനകനും വളരെ സന്തോഷത്തോടു കൂടി ആ പെൺകുഞ്ഞിനെ എടുത്തു വളർത്തി. ആ പെൺകുഞ്ഞായിരുന്നു സീത. സീത ജനകന്റെ മകനായതുകൊണ്ട് ജാനകി എന്ന പേരും, മിഥുല നാടിന്റെ റാണി ആയതുകൊണ്ട് മൈഥിലി എന്ന പേരും, ഭൂമിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഭൂമിജ എന്ന പേരും അവൾക്കുണ്ട്. മിഥുല നാട്ടിൽ ജനകൻ ഭരിക്കുന്നു. അദ്ദേഹത്തിന് സീത, ഊർമിള എന്ന 2 പെൺമക്കളുണ്ട്. ഇപ്പോഴാണ് വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനുമായി മിഥുല നാടിന്റെ വഴിയിലൂടെ വരുന്നു. അവിടെ രാജകൊട്ടാരത്തിന് മുകളിലായി സീത നിൽക്കുകയാണ്. സീത മുകളിൽ നിന്ന് താഴെ നടന്നു പോകുന്ന രാമനെ കാണുന്നു. സ്ത്രീകളിൽ സാധാരണ കാണപ്പെടുന്ന നാണം പോലെ സീതയും താഴേക്ക് നോക്കി ഇടം കണ്ണുകൊണ്ട് രാമനെ നോക്കി. രാമനും തന്റെ ഗംഭീരമായ നോട്ടം സീതയിലേക്ക് നീട്ടി. രണ്ടുപേരും പരസ്പരം നോക്കി. രണ്ടുപേരും പൂർവിക ദൈവിക ദമ്പതികളല്ലേ. അവരുടെ ആദ്യ നോട്ടത്തിൽ തന്നെ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ആ കൊട്ടാരത്തെ കടന്നു പോകുന്ന ചില സെക്കൻഡിൽ സമ്മതിച്ചു. അങ്ങനെ വിശ്വാമിത്രർ രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് ജനകന്റെ അടുത്തേക്ക് വന്നു. ജനകരോട് വിശ്വാമിത്രർ പറഞ്ഞു, രാമലക്ഷ്മണൻ ദശരഥ മഹാരാജാവിന്റെ മക്കളാണ്. അവരെ പരിചയപ്പെടുത്തി. തന്റെ യജ്ഞം എങ്ങനെ നന്നായി അവസാനിപ്പിച്ചുവെന്നും താടകയെ രാമൻ എങ്ങനെ നശിപ്പിച്ചു എന്നതിനെക്കുറിച്ചും വിവരിച്ചു പറഞ്ഞു. രാമന്റെ പുകഴ്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടതും ജനകന് ഒരു നിമിഷം രാമൻ തന്നെ തന്റെ മകളെ വിവാഹം കഴിച്ചെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന ചിന്ത വന്നു. സീത വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ, ജനകന്റെ കയ്യിൽ ഒരു ശിവധനുസ് ഉണ്ടായിരുന്നു. അതായത് ജനകന്റെ പൂർവികർക്ക് ശിവഭഗവാൻ കൊടുത്ത ഒരു വില്ലാണത്. അതിനെയാണ് ശിവധനുസ് എന്ന് പറയുന്നത്. ആ വില്ലിന് പല ആയിരങ്ങൾ ചേർന്ന് തൂക്കിയാൽ മാത്രമേ തൂക്കാൻ സാധിക്കൂ. അത്രത്തോളം ഭാരവും ബലവും ഉണ്ടായിരുന്നു. എന്നാൽ ചെറിയ പ്രായത്തിൽ സീത കളിക്കുന്ന സമയത്ത് തന്റെ പാവ ആ വില്ലിനടിയിലേക്ക് വീണു. ഇപ്പോൾ സീത വളരെ സാധാരണമായി തന്റെ ഒരു കൈ കൊണ്ട് ആ വില്ലിനെ പൊക്കി, മറ്റൊരു കൈ കൊണ്ട് പാവയെടുത്തു. ഇത് കണ്ടുകൊണ്ട് തന്നെ ജനകന് അത്ഭുതം തോന്നി. അപ്പോഴാണ് ജനകർ ചിന്തിച്ചത്, ഈ വില്ല് ഏതൊരു പുരുഷനാണോ തൂക്കി അമ്പെയ്യുന്നത് അവനാണ് സീത വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ളത് എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് സ്വയംവരത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും നടന്നു. എത്രയോ രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രാമനും ഉണ്ടായിരുന്നു. ഓരോ യുവരാജാക്കന്മാരായി പോകുന്നു. ഒരു യുവരാജാവ് തന്നെ കൊണ്ട് അത് അനക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും അതിനെ തൊട്ട് വണങ്ങിയിട്ട് തിരികെ വന്നു. മറ്റു രാജാവ് ഒരുപാട് പരിശ്രമിക്കുകയും താഴേക്ക് വീഴുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് പേർക്ക് പരാജയം മാത്രമേ സംഭവിച്ചുള്ളൂ. വിശ്വാമിത്രർക്ക് രാമന്റെ ബലം അറിയാമല്ലോ. എങ്കിലും ആദ്യം രാമനെ അയച്ചാൽ രാമന്റെ ബലം മറ്റുള്ളവർക്ക് അറിയാൻ വഴിയില്ല.
അതുകൊണ്ട് ഏറ്റവും അവസാനം ആ വില്ലെടുക്കാനായി ആംഗ്യം കാണിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞു. രാമനും വില്ലിന് മുൻപിൽ ചെന്നു. മറ്റുള്ള രാജാക്കന്മാരെല്ലാം രാമനെ കൊണ്ട് തൂക്കാൻ കഴിയില്ല എന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ വളരെ സാധാരണമായി ആ വില്ല് കയ്യിലെടുത്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാമന്റെ ബലത്താൽ ആ വില്ല് വളഞ്ഞ് മുറിയുകയും ചെയ്തു. ആ ശബ്ദം അത്രത്തോളം ഭയങ്കരമായിരുന്നു. സീതയ്ക്കും ആരോ വില്ലൊടിച്ചു എന്നുള്ളത് മാത്രമേ അറിയൂ. എന്നാൽ ആരായിരിക്കുമെന്ന് അറിയില്ല. അത് രാമനായിരിക്കണം എന്നവൾ ആഗ്രഹിച്ചു. അതിനുള്ളിൽ സീതയുടെ ഒരു തോഴി പോയി രാമനാണ് വില്ലൊടിച്ചത് എന്ന് പറഞ്ഞു. സീത അത്രത്തോളം സന്തോഷിച്ചു. കാരണം കൊട്ടാരത്തിന്റെ മുകളിൽ വെച്ച് സീത രാമനെ ചില സെക്കൻഡുകൾ മാത്രമേ കണ്ടു എന്നുണ്ടെങ്കിൽ പോലും അവളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്ന അത്രത്തോളം അവൾക്ക് അവനെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ തോഴി കൊണ്ടുവന്ന ആ ഒരു വാർത്ത അവൾക്ക് അത്രത്തോളം സന്തോഷം കൊടുത്തു. അതിൽ കൂടുതൽ സന്തോഷിച്ചത് വിശ്വാമിത്രരാണ്. കാരണം നേരത്തെ ഹരിചന്ദ്രനെയും ചന്ദ്രനെയും അദ്ദേഹമാണ് ഒരുപാട് വർഷം പിരിച്ചു വെച്ചത്. ദമ്പതികളെ പിരിച്ചു വയ്ക്കുന്നത് വലിയ പാപമാണ്. ആ പാപം കളയാൻ ഒരു ദൈവിക സ്വയംവരം നടത്തണം എന്ന് ചിന്തിച്ചാണ് വിശ്വാമിത്ര രാമനെ മിഥുലയിലേക്ക് കൊണ്ടുവന്നത്. അതിന് ഫലമായി ഒന്നല്ല 4 വിവാഹങ്ങൾ നടന്നു. ഇതുവരെയും പ്രണയത്തെക്കുറിച്ച് കണ്ടു. ഈ പ്രണയം എങ്ങനെ വിവാഹത്തിൽ അവസാനിച്ചു എന്നുള്ളത് കാണാം. ഇതറിയാൻ ഈ വീഡിയോ അവസാനം വരെയും കാണുക. രാമൻ വില്ലൊടിച്ചതിനു ശേഷം സീതയുടെ അച്ഛൻ ജനകർ ഒരുപാട് സന്തോഷിച്ചു. ആളുകളെ അയച്ച് അയോധ്യയിലുള്ള രാമന്റെ അച്ഛൻ ദശരഥ മഹാരാജാവിനെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ചില ആളുകൾ ചെന്ന് ദശരഥ മഹാരാജാവിനോട് കാര്യം പറഞ്ഞു. വിശ്വാമിത്രന്റെ കൂടെ വന്ന രാമൻ താടകയെ കൊന്നു. അവസാനം രാമൻ മിഥുലയിലേക്ക് വന്നു, വില്ലൊടിച്ചു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ജനകൻ തന്റെ മകളായ സീതയെ രാമനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. താങ്കളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതായും വന്നവരെല്ലാം പറഞ്ഞു. ദശരഥ മഹാരാജാവ് ഇത് കേട്ടപ്പോൾ അത്രത്തോളം അഭിമാനം. അങ്ങനെ രാജാവ് തന്റെ കൊട്ടാരത്തിലെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് മിഥുലയിലേക്ക് പോയി. വലിയ വരവേൽപ്പ് കിട്ടി. ബ്രഹ്മാണ്ഡമായ അലങ്കാരങ്ങൾ. മിഥുല അങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ജനകർ ദശരഥ മഹാരാജാവിനോട് ചോദിച്ചു, പ്രഭു, നിങ്ങൾക്ക് 4 മക്കളുണ്ട്. എന്റെ മകൾ സീതയ്ക്ക് മറ്റൊരു സഹോദരിയുണ്ട്, ഊർമിള. എന്റെ സഹോദരനും 2 മക്കളുണ്ട്. മൊത്തം എനിക്ക് 4 മക്കൾ. എന്റെ 4 മക്കളെയും നിങ്ങളുടെ 4 മക്കളുമായി വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ എത്ര നന്നായിരിക്കുമെന്ന് ചോദിച്ചു. ഇത് കേട്ട് ദശരഥ മഹാരാജാവിനും ഒരുപാട് സന്തോഷമായി. അദ്ദേഹവും പൂർണ്ണ മനസ്സോടെ അതിനെ സമ്മതിച്ചു. പൊതുവെ വിവാഹ കാര്യങ്ങളിൽ ഒരു ശീലമുണ്ടായിരുന്നു. വധുവിന്റെ വീട്ടിലാണ് വിവാഹം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ വരനെ ആദ്യത്തെ ദിവസം ആ നാട്ടിലൂടെ ജാഥയായി കൊണ്ടുവരും. കാരണം വധുവിന്റെ നാടായതുകൊണ്ട് പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാം. ഇവനാണ് വരൻ എന്ന് ആ നാട്ടിൽ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ സീതയുടെ വിവാഹത്തിന് രാമനെ ഒരു ജാഥ പോലെ കൊണ്ടുവരികയാണ്. രാമന്റെ സൗന്ദര്യം കണ്ട് ആ നാട് തന്നെ വിസ്മയിച്ചു. ഇതാണ് കമ്പരാമായണത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. രാമന്റെ ചർമ്മം കണ്ടവർ ചർമ്മത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രാമന്റെ മുഖമോ കയ്യോ കാലോ കാണാൻ കഴിഞ്ഞില്ല. കാരണം ചർമ്മം കണ്ട് അതിനോടൊരു മടുപ്പ് തോന്നിയാൽ മാത്രമല്ലേ നമുക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കൂ. എന്നാൽ ഇവിടെ മടുപ്പ് തോന്നിയതേയില്ല. അത്രത്തോളം സൗന്ദര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മത്തെ നോക്കിയവർ ചർമ്മത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ രാമനെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് രാമനെ പൂർണ്ണ രൂപത്തിൽ ആരും കണ്ടിട്ടില്ല. അടുത്ത ദിവസം രാമന്റെയും സീതയുടെയും വിവാഹം. സീതയുടെ സൗന്ദര്യത്തിനും എന്തെങ്കിലും കുറവുണ്ടാകുമോ? കല്യാണ വേഷത്തിൽ സീത വന്നു നിന്നു. പൊതുവെ വധുവിന് ആഭരണങ്ങളായിരിക്കും കൂടുതൽ ഭംഗി നൽകുന്നത്. എന്നാൽ സീതയ്ക്ക് ആ ആഭരണങ്ങൾ തന്നെ അവളുടെ സൗന്ദര്യത്തെ പോലും മറയ്ക്കുന്ന രീതിയിലായിരുന്നു. അത്രത്തോളം ഭംഗി. ദൈവിക സ്ത്രീയല്ലേ. സീതയും രാമനും വിവാഹ വേദിയിലിരുന്നു. അവിടെ ഒന്നല്ല 4 വേദികളുണ്ടായിരുന്നു. കാരണം നേരത്തെ ദശരഥ മഹാരാജാവും ജനകനും സംസാരിച്ച് തീരുമാനിച്ചതനുസരിച്ച് രാമന് സീതയും, ലക്ഷ്മണന് ഊർമിളയും, വരദന് പാണ്ഡവയും, ശത്രുഘ്നന് ശ്രുതികീർത്തി എന്ന 4 ദമ്പതികൾക്കും 4 വിവാഹവേദി ഉണ്ടായിരുന്നു. അവർ മാലകൾ പരസ്പരം മാറ്റി. എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ആഡംബരമായി ആ വിവാഹം നടന്നു. വരൻ വധുവിന്റെ കൈ പിടിച്ച് അഗ്നികുണ്ഡത്തെ 3 തവണ ചുറ്റി വന്നു. ഈ ഒരു കാഴ്ച കണ്ട എല്ലാവരും കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ദേവന്മാരെല്ലാം പൂമഴ പെയ്തു. രാമന്റെയും സീതയുടെയും ജീവിതം അത്രത്തോളം ഭംഗിയോടുകൂടി തന്നെ നടന്നു. വനവാസം പോയാൽ പോലും രാജകൊട്ടാരത്തിലായിരുന്നാലും രാമനും സീതയും പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം കുറയാതെ ദൈവിക ജീവിതം നയിച്ചു. വിഷ്ണുവിന്റെ അവതാരമായ രാമനും ലക്ഷ്മിയുടെ അവതാരമായ സീതയും ഈ ഒരു ഭൂമിയിൽ ജനിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് സ്നേഹം എന്താണ്, ഭാര്യയുടെ കടമകൾ എന്താണ്, കീഴടങ്ങൾ എന്താണ്, ക്ഷമ എന്താണ്, ഇതൊക്കെ ഈ ലോകത്തിന് തന്നെ എടുത്തു കാണിച്ചു കൊടുത്തു. അങ്ങനെ രാമൻ സീത വിവാഹം സന്തോഷത്തോടു കൂടി അവസാനിച്ചു. ഈ ഒരു ചെറിയ വലിയ പ്രണയകഥയെക്കുറിച്ചുള്ള
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.